അസ്സലാമലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. നമുക്കിന്ന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നല്ല മീഡിയം സൈസ് പൈനാപ്പിൾ എടുത്തിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുവിലുള്ള ആ കൂമ്പും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ നമ്മൾ ഏത് കേക്ക് ടിന്നിലാണോ ഉണ്ടാക്കിയെടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെച്ചെടുക്കുക. നമ്മൾ പാത്രത്തിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ആ സൈസിൽ തന്നെ പൈനാപ്പിൾ വെച്ച് കൊടുക്കുക. ശേഷം ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് നമുക്ക് കാരമൽ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ പഞ്ചസാര കാരമൽ ചെയ്യുന്ന സമയത്ത് തീ നല്ല രീതിയിൽ കുറച്ച് വെക്കുക, അപ്പോൾ കൈപ്പടിക്കൂല. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ച പൈനാപ്പിളിലേക്ക് മുഴുവനായിട്ട് ഈ കാരമൽ ചെയ്ത പഞ്ചസാര ഒഴിച്ചെടുക്കാം. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മെൽറ്റഡ് ബട്ടർ, അതായത് 50 ഗ്രാമോളം മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പുളിയില്ലാത്ത യോഗട്ട് 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി 1 കപ്പ് മൈദ അരിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ആ ബാറ്ററിയില്ലേ അതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും കൂടാതെ നല്ല രീതിക്ക് മെല്ലെ മെല്ലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സിങ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ഫസ്റ്റിൽ ഉണ്ടാക്കി വെച്ച നമ്മുടെ പൈനാപ്പിളും കാരമലും ഇല്ലേ അതിൻ്റെ മേലേക്ക് ഈ കേക്ക് ടിന്നിലേക്ക് ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഡബിൾ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഇറക്കി വെച്ചെടുക്കാം. 30 to 35 മിനിറ്റ്സോളം ലോ ഫ്ലെയിമിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ 40 to 45 മിനിറ്റ്സോളം ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു 30 മിനിറ്റ്സിന് ശേഷം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. എന്നിട്ട് നമ്മളൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയതിന് ശേഷം അതുമേൽ പറ്റി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഒന്നുകൂടെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ ഫ്രം കൊയാസ് റെസിപ്പി.